സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, രാജു പി നായർ ഇവിടെ മേയർ പറയുകയാണ് ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു. മേയർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തെറ്റും തെളിഞ്ഞു. അതൊന്ന്, ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ള വാദം. രണ്ട്, വണ്ടി ചേസ് ചെയ്തില്ല, അതിന് ക്രോസ് ഇട്ടില്ല എന്ന വാദം തെറ്റും തെളിഞ്ഞു. അതുകൊണ്ട് ഇയാൾ ഈ പറഞ്ഞ ലൈംഗിക ചേഷ്ടത്തെ കാണിച്ചു എന്നതുകൂടി കള്ളമാണ് എന്ന് പറയാൻ പറ്റുമോ? അക്കാര്യത്തിലൊരു മുൻവിധി എല്ലാവർക്കും ഉണ്ടോ രാജു പി നായർ? ഹാഷ്മി, ആദ്യം എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങളോടാണ്. ഈ നമ്മുടെ റോട്ടിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള റോഡുകളിലുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരാരും അത് ഡീല് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള മാർഗം ആ വണ്ടിക്ക് വട്ടം കൊണ്ടുപോയി ഇട്ടുകൊണ്ട് അവരെ തടഞ്ഞ് ആ വാഹനത്തിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ജാമ്യമില്ലാ വകുപ്പ് വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ദയവേത് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന തോന്നിയാസം ആരും അനുകരിക്കരുത്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് സംരക്ഷണം കിട്ടാൻ നിങ്ങൾ സഖാവല്ല, മേയറല്ല, MLA അല്ല. അതുകൊണ്ട് ദയവേത് നിങ്ങളത് ചെയ്യരുതെന്നാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് സഖാക്കന്മാരോടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഒരു റോഡിൽ നടന്ന ഒരു ചെറിയ സംഭവത്തെ ചൊല്ലി ഒരു സ്ത്രീ, അവർക്ക് സ്ത്രീ എന്ന് കിട്ടുന്ന പ്രിവിലേജ് പോലും, പക്ഷെ പലപ്പോൾ പറയുമല്ലോ നാണവും മാനവും ഉള്ളവർ പറയാത്ത കാര്യങ്ങളുണ്ടല്ലോ, ആ നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ പ്രിവിലേജ് ഉള്ള കാര്യങ്ങൾ പോലും എടുത്തു വെച്ചുകൊണ്ട് ഒരു പാവം മനുഷ്യന്റെ ജോലി കളയാൻ നിൽക്കുന്ന നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ, ഇന്നത്തെ ഡിവൈഎഫ്ഐ കമ്മ്യൂണിസം ആണോ എന്ന് സഖാക്കന്മാർ ഒന്ന് ഇരുത്തി ചിന്തിക്കണം എന്ന് ആദ്യമായിട്ട് ഹാഷ്മി ചോദിച്ച ചോദ്യം ഉറപ്പെന്താണ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഈ ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർക്ക് യദു എന്ന് പറഞ്ഞ ഡ്രൈവർ നേരത്തെ അറിയില്ല. ആ റോഡിലുണ്ടായ സംഭവങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ ആധാരം. ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനും മാത്രമുള്ള ഒരു മുൻപക അല്ലെങ്കിൽ ഒരു മുൻവൈരാഗ്യം ആര്യക്കുണ്ടോ യദുവിനോട്? അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് രാജു പി നായർക്ക് ഉറപ്പെന്താണ്? ഹാഷ്മി ഞാനത് പറയാം. രാത്രി 10 മണിക്ക് പോകുന്ന ഒരു വാഹനത്തിനകത്ത് ഏകദേശം ഒരു വാഗണാറിന്റെ ഉയരത്തെക്കാൾ കൂടുതൽ ഉയരത്തിലുള്ള ഒരു വാഹനത്തിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഡ്രൈവർ രാത്രി 10 മണിക്ക് വാഗണാറിന്റെ പുറകിലിരിക്കുന്ന ഒരു സ്ത്രീയെ, യാതൊരു മുൻപരിചയവും യാതൊരു എതിർപ്പുമില്ലാത്തൊരു സ്ത്രീയെ നോക്കി ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യ EP ജയരാജന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ പെട്ടെന്ന് കയറി ചെന്ന് ജയരാജൻ ഇവിടെ ഉണ്ടോ, സുഖമാണോ എന്ന് ചോദിച്ചു എന്ന് പറയുന്ന കഥ പോലെ അവിശ്വസനീയമാണ്. രണ്ട് അവിശ്വസനീയമായ കഥകളാണ്. അത് പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ഇപ്പൊ ഇവിടെ നിന്ന് ഈ യദുകൃഷ്ണന്റെ പഴയ കേസിനെ സംബന്ധിച്ചൊക്കെയാണ് പറയുന്നത്. ഞാനൊരു വീഡിയോയിൽ അദ്ദേഹം ആ കേസിനെ സംബന്ധിച്ച് പറയുന്നതും കോടതി തന്നെ അത് തെറ്റാണെന്ന് പറയുകയും ആ സ്ത്രീക്കെതിരെ കേസ് എടുക്കണമെന്ന് ചോദിച്ചതൊക്കെ സംബന്ധിച്ചൊരു വീഡിയോ കണ്ടു. എന്തായാലും അത് യദുകൃഷ്ണൻ ഉണ്ടെങ്കിൽ അത് പറയട്ടെ, ഞാനത് പറയാൻ തയ്യാറല്ല.